കലൂർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഐഡലി കഫേയിൽ നടന്ന പൊട്ടിത്തെറിയെ തുടർന്ന് വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. GCDA പല കടകളും ഇവിടെ അനധികൃതമായിട്ടും നിയമാനുസരണമല്ലാതെയുമാണ് പലർക്കും വാടകയ്ക്ക് നൽകിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയത്തിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചോ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വിദഗ്ധമായിട്ടും വിശദമായിട്ടും പഠിച്ച് ചെയ്യേണ്ട കളക്ടർക്ക് ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയുന്നില്ല എന്നുള്ളതാണ് RTIയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥന്മാരുമായിട്ടും മറ്റും ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഗോഡൌണുകൾക്കും ഓഫീസുകൾക്കും വേണ്ടി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു തീരുമാനം അന്ന് കാലഘട്ടങ്ങളിൽ മുതലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഹോട്ടലുകൾക്കും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾക്കും തട്ടുകടകൾ വരെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനക്രമത്തിലേക്ക് ഈ നമ്മുടെ ഈ GCDA അധപ്പതിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു പറ്റം ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ GCDAയുടെ അകത്ത് കുമിഞ്ഞുകൂടിയിട്ടുള്ളതാണ് കാരണം. ഇതൊരു ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ അംബേദ്കർ സ്റ്റേഡിയം മാതിരി അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം മാതിരി ഒരു സ്റ്റേഡിയം അല്ല. ഈ സ്റ്റേഡിയത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കളികളൊക്കെ നടക്കുന്ന സമയത്ത് ഈ സാധനം അതീവ സുരക്ഷയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു സംവിധാനമാണ്. അതൊന്നും പാലിക്കപ്പെടാതെയാണ് ഇവിടെ ഈ പറയുന്ന തോന്നിവാസങ്ങൾ GCDAയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ മരണം എന്ന് പറയുന്നത് കാത്തു കഴിയുന്ന പോലെയാണ് GCDAയുടെ ഉദ്യോഗസ്ഥർ ഈ സ്റ്റേഡിയത്തെ വിലപേശൽ മാതിരി കൊണ്ടു നടക്കുന്നത്.